السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا وشفيعنا محمد. عشان الصلاة. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മറ്റ് കാരണവന്മാരെ, സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, വേദിയിൽ എത്തിയ സഹോദര സമുദായ ആദർശ വിശ്വാസികൾക്ക് മഹത്തായ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ധന്യ അഭിവാദനം. മനസ്സവാച കർമ്മണ ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുകയും രണ്ടു ലോകത്തും നന്മ വരുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെയും അഥവാ ICF റിസാല സ്റ്റഡി സർക്കിളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തപ്പെടുവാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട പേരൂർ അബ്ദുറഹ്മാൻ ഖത്താഫി SYS സ്റ്റേറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും അറിയപ്പെട്ട പ്രഭാഷകനും പണ്ഡിതനും എല്ലാം നമുക്കറിയാം. ദീനീ വേദികളിൽ, ശിഷ്യാസൂത്രമായതിന്റെ വേദികളിൽ നിറസാന്നിധ്യമായി മുൻനിരക്കാരനായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഒമാനിലെത്തിയപ്പോൾ മസ്ജിദിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും ഒരു ദിവസത്തെ പ്രഭാഷണത്തിന് ഡേറ്റ് കിട്ടി. അൽഹംദുലില്ലാഹ് അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും വിജയങ്ങളും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ യാത്രയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പടച്ചവൻ കബൂൽ ചെയ്യുകയും ഉദ്ദേശങ്ങൾ സഫലമാക്കുകയും അവർക്കും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തർക്കും ആലിമീങ്ങൾക്കുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയം നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ICF-ന്റെയും RSCയുടെയും നേതൃത്വം ആ അവസരം ഉപയോഗപ്പെടുത്തുകയും അതനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിനെ ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിക്കുകയും അങ്ങനെ ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഒമാനിൽ ഇപ്പോൾ 4 ദിവസം ഒമാനിൽ ഇവിടെ ഉണ്ടായി മസ്കറ്റില്. എന്നാൽ തന്നെ ഓരോ ദിവസവും ഉച്ചക്കും രാത്രിയിലും ഓരോ പ്രോഗ്രാമിൽ ആയിക്കൊണ്ട് ഇന്നലെ രാത്രി റുമിയിലെ അൽ കൗസർ മദ്രസയുടെ ദശവാർഷിക ആഘോഷങ്ങളുടെ സമാപനത്തിൽ പങ്കെടുത്ത് 2 മണി 2:30 മണി വരെ പ്രഭാഷണം നടത്തിയ ശേഷം പുലർച്ചെ തന്നെ ബറക്കായിലേക്ക് പോവുകയും അവിടെ ചില വിഷയങ്ങളിൽ പങ്കെടുത്ത് ജുമയ്ക്ക് ശേഷം അവിടെ പ്രഭാഷണം നടത്തി നേരെ ബറക്കായിൽ നിന്ന് ഇങ്ങോട്ട് സൂറിലേക്ക് വിട്ടിപ്പോയാൽ അല്പസമയം മുമ്പാണ് ഇവിടെ സൂറിലെത്തി. ഇപ്പോ അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ നന്മയായി കാണിക്കപ്പെടുന്ന നല്ല ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വളരെ വിഷമം സഹിച്ചും ബുദ്ധിമുട്ടി ഇവിടെ എത്തിയ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാണ് ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കേണ്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ എന്റെ പ്രവാസികൾ അവരുടെ പ്രവാസത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും ഇവിടെ എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ അതിൽ നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ ക്ഷമയ്ക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള ത്യാഗത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ സംഘടനയ്ക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ അർഹമായ കർത്തവ്യം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശാലമായി സംസാരിക്കാതെ ഇൻഷാ അല്ലാഹ് ഉള്ള സമയം നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി നമുക്ക് ഈ പങ്കെടുക്കുന്നവർക്കുള്ള സ്വാഗത ആശംസയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ദീർഘിപ്പിക്കാതെ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്
ബഹുമാനപ്പെട്ട ICF-ന്റെ വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ നാസർ മുസ്ലിയാർ കുറ്റമ്പാറ അവറുകളാണ്. ഉസ്താദിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഉസ്താദിന്റെ കൂടെ ആയതുകൊണ്ട് ഉടൻ വേദിയിലെത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ ഖിറാഅത്ത് നടത്തിയ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുല്ലാ നഈമി ICF-ന്റെ വൈസ് പ്രസിഡന്റും റിസാല സ്റ്റഡി സർക്കിളിന്റെ ചെയർമാൻ കൂടിയാണ്. ബഹുമാനപ്പെട്ടവരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മഹത്തായ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട KS മുഹമ്മദ് സഖാഫി അവറുകളാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാകും, പക്ഷേ ചിലർക്ക് പരിചയമുണ്ടായിരിക്കില്ല. അത് ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. പല സമയത്തും SYS-ന്റെ സ്റ്റേറ്റ് പ്രവർത്തക സമിതി മെമ്പറാണ്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ ദാറുൽ ഫലാഹിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതിന്റെ പ്രചരണാർത്ഥമാണ് ഒമ്മാനിലെത്തിയിട്ടുള്ളത്. ഇടയ്ക്ക് ഉസ്താദ് ഇങ്ങനെ വരാറുണ്ട്. ഉസ്താദിന്റെ യാത്രാ ഉദ്ദേശം അല്ലാഹു സഫലമാക്കുകയും ദീർഘായുസ്സും ആഫിയത്ത് നൽകുകയും എല്ലാം വിജയിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് അഭിനന്ദനായ ഉസ്താദ് അവർക്ക് ഈ വേദിയിലേക്ക് അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ നമുക്ക് അതിഥിയായി അല്ലെങ്കിൽ നമ്മുടെ പരിപാടി ശ്രദ്ധിക്കാനും ഒപ്പം എല്ലാത്തിനും വേണ്ടി നമ്മുടെ സുഹൃത്തും വഴികാട്ടിയും നമ്മുടെ സ്ഥിരം ഒരു കൂട്ടുകാരൻ കൂടിയായ ബഹുമാനപ്പെട്ട ഹംസ സഖാഫി കൊയിലാണ്ടി അവർ വേദിയിലുണ്ട്. ഇവിടെ നമ്മുടെ ജാലാൻ ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒപ്പം അവിടെ നിന്ന് തന്നെ ജാലാനിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട അൻവർക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. അതുപോലെ ഒത്തിരി ആളുകൾ പ്രവർത്തകരെ അവിടെ നിന്ന് വളരെ ക്ലേശം നയിച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അല്ലാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്കും ഈ വേദിയിലേക്ക് എല്ലാവർക്കും സന്തോഷപൂർവ്വം സ്വാഗതം. പിന്നീട് മുഖ്യമായി നമുക്കറിയാം, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ബഹുമാനപ്പെട്ട പേരത്രമ സഖാഫി ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രഭാഷണ കലയിലായിരുന്നാലും ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന മേഖലയിലായിരുന്നാലും ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് 24 മണിക്കൂർ മതിരായിക്കൊണ്ട് ഓടി നടക്കുന്ന SYS-ന്റെ സംസ്ഥാന കാര്യദർശികൾക്ക് അടുത്ത കാലത്താണ് ഉസ്താദ് SYS ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എനിക്കൊരു ഒന്നുകൂടി അദ്ദേഹമായി ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ എന്റെ നാട്ടിൽ അടുത്ത സമയത്ത് എന്റെ സ്വന്തം നാട്ടിൽ സ്വലാത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ എന്റെ കൂട്ടുകാരനൊപ്പമായി വളരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എനിക്കത് ഇരട്ടി മധുരം കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനവും ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിപ്പെട്ട ഓരോ പ്രവർത്തകർക്കും ഓരോ രക്ഷകർത്താക്കൾക്കും അതുപോലെ സഹോദര സഹോദരിമാർക്കും കുട്ടികൾക്കും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വിശിഷ്യായ ഇവിടെയുള്ള സ്കൂളിലെ ഓരോ സംഘടനകളുടെയും OICC അതുപോലെ KMCC ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് SKNJ തുടങ്ങിയ ഇവിടെയുള്ള ഓരോരോ സംഘടനകൾ ഞാൻ എല്ലാവരും ഓർക്കുന്നില്ല. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാനും സംഘടന ഇല്ലാത്തവരുണ്ടെങ്കിൽ സംഘടനപ്പെടാത്തവർക്ക് കിട്ടില്ല എന്ന് പറയേണ്ട, സംഘടന ഇല്ലാത്തവർക്കും അങ്ങനെ വിശിഷ്യായി ഇവിടെയുള്ള സ്കൂളിലുള്ള ഈ നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഷിബു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഷാജു ഈ ക്ലബിലെ വർക്കറായ ബഹുമാനപ്പെട്ട നമ്മുടെ രാജു ഇവരൊക്കെ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നവരാണ്. അങ്ങനെ സഹോദര സമുദായ അംഗങ്ങൾക്കും അവരൊക്കെ നല്ല സഹകാരികളും നമ്മുടെ കൂട്ടുകാരുമാണ്. അവർക്കൊക്കെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട KS മുഹമ്മദ് സഖാഫി ഉസ്താദിനെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട്